എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ ഒരു സെഷനിലോട്ട് സ്വാഗതം. ഞാൻ റസീന ഫ്രം നിലമ്പൂർ, ഒരു ടീച്ചറാണ്, സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും പാരൻസാണ്. എങ്ങനെയാണ് ഒരു നല്ല പാരൻറ്റ് നമുക്ക് എങ്ങനെ ആവാം, നമ്മുടെ കുട്ടികളോട് നാം ഏത് രീതിയിൽ ഇടപെടണം, ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നമ്മുടെ കുട്ടികളോട് നാം ഇടപെടുന്ന രീതിയെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടുന്നു. ഏത് രീതിയിലാണ് നമ്മൾ കുട്ടികളോട് സമീപിക്കേണ്ടതെന്നും അവരെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു സെഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഇടപെടുമ്പോൾ അവരുടെ സ്വഭാവം, അവരുടെ പ്രകൃതം, അവരുടെ പ്രായം ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇടപഴകാൻ, അല്ലേ? പല തരത്തിലുള്ള കുട്ടികളുണ്ടാകും, പല തരത്തിലുള്ള പാരൻസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും, ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കുട്ടികളോട് പെരുമാറുന്നതും ഇടപെടുന്നതും എന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ഏതെങ്കിലും ബുക്ക് നോക്കി വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിച്ചിട്ടാണോ നമ്മൾ നമ്മുടെ വീടുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ കുട്ടികളെ പരിപാലിക്കുന്നതും അവരെ വളർത്തുന്നതും അവരുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ അല്ല, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാരൻറ്റിങ്ങിനെ 4 തരം തിരിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ചിലർക്ക് ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ വ്യക്തമായ ക്ലാസിഫിക്കേഷൻ നടന്നത് 1960കളിൽ തന്നെ നടന്നിരുന്നു. ഒരു പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടാണ്, ഒരുപാട് രക്ഷിതാക്കളിൽ പഠനങ്ങൾ വിധേയമാക്കിയിട്ടാണ് ഈ ഒരു തരംതിരിവ് നടത്തിയത്. അപ്പോൾ എന്താണ് പാരൻറ്റിങ്, എങ്ങനെ ഒരു നല്ല പാരൻ്റ് ആകാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പലർക്കും പല ശൈലിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെയും ശൈലികൾ, അല്ലേ? പലരും പലതരത്തിലുള്ള ശൈലികളിലൂടെയാണ് കുട്ടികളെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ ശൈലികൾ നമ്മുടെ കുട്ടികളെ പരിപാലിക്കുന്നതിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്ത തന്ത്രങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വ്യക്തമായിട്ട് എങ്ങനെയൊക്കെ പാരൻറ്റിങ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സൈക്കോളജിസ്റ്റ് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 തരങ്ങളെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിസ്റ്റ് ക്ലാസിഫൈ ചെയ്ത 4 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് ആണ്. അതോറിറ്റേറിയൻ എന്ന് വെച്ചാൽ സ്വേച്ഛാധിപത്യ രീതിയിലുള്ള പാരൻറ്റിങ്. പാരൻ്റ് ആയിരിക്കും എല്ലാം, പാരൻ്റ് ഡ്രൈവൺ ആയിരിക്കും, കുട്ടിക്ക് യാതൊരു റോളും ഉണ്ടാവില്ല. പാരൻ്റ് എന്ത് പറയുന്നോ അതുപോലെ കുട്ടി അനുസരിക്കണം. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും 1 വേ ആയിരിക്കും. ഫാദർ അല്ലെങ്കിൽ പാരൻ്റ് മാത്രം അങ്ങോട്ട് പറയുക, കുട്ടി അനുസരിക്കുക. പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും, ഫുൾ പണിഷ്മെൻറ്റ് മോഡിലായിരിക്കും. പാരൻറ്റിൻ്റെ ഇഷ്ടത്തിനാണ് അവിടെ പ്രാധാന്യം. കുട്ടിക്ക് യാതൊരുവിധ കൺസിഡറേഷനോ പരിഗണനയോ ഇത്തരം പാരൻസ് നൽകാറില്ല. ഇത്തരം രീതിയിലുള്ള പാരൻറ്റിംഗ് ആണ് അതോറിറ്റേറിയൻ പാരൻറ്റിംഗ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും സ്ഫടികം എന്ന ഫിലിം. അതിൽ അച്ഛനും മകനും, അപ്പോൾ ആ ഒരു പാരൻറ്റിംഗ് സ്റ്റൈൽ കൊണ്ട് ആ കുട്ടി അനുഭവിക്കുന്ന ദോഷഗുണങ്ങൾ നമ്മൾ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്ന ഒന്നാമത്തെ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈൽ. ഓക്കെ, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? രണ്ടാമത്തേതാണ് പെർമിസീവ് പാരൻറ്റിങ്. ഈ പെർമിസീവ് പാരൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം പെർമിസബിൾ ആയിരിക്കും. അവരും ഫ്രീ ആയിരിക്കും, കുട്ടികളും ഫ്രീ ആയിരിക്കും. ആ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും പെർമിസീവ്. തേർഡ് ആണ് അൺഇൻവോൾവ്ഡ് പാരൻറ്റിങ്. യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇടപെടലുകളും കുട്ടികളുടെ കാര്യത്തിൽ ഇവർക്ക് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ വഴി, കുട്ടികൾക്ക് കുട്ടികളുടെ ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും ഈ ഒരു തരം. ഫോർത്ത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. ഇത് ആധികാരികമായിട്ടുള്ള പാരൻറ്റിംഗ് ആണ് നാലാമത്തത്. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് പാരൻറ്റിംഗ് ആണുള്ളത്. ഇനി ഇതിൽ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും